അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷം? അൽഹംദുലില്ലാ. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോകണ്ടിട്ട് ഓരോ വേദനകളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ റിയാസ്കാക്ക് കാല് വേദന പോയപ്പോൾ എടുപ്പ് വേദന കിട്ടും. അപ്പോൾ ഇതാ ചോറൊക്കെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അടുപ്പ് വേദനിച്ചിട്ട് മരുന്നൊക്കെ കഴിച്ചില്ലേ, ചോറ് കഴിച്ചിട്ട് ഇരിക്കുക കേട്ടോ. ഗുളിക കഴിച്ചപ്പോൾ വയറ് കത്തിക്കാള്. അപ്പോൾ ചോറ് കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഞാനിന്ന് മോര് കുമ്പളങ്ങ ഇല്ലാണ്ട് വെറുതെ മോര് കറി വെച്ച് നങ്ങി മീൻ മാന്തൾ വറുത്തു കേട്ടോ. അപ്പോൾ റിയാസ്ക്ക് ചോറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്താണ് ഇവിടെ വെളിച്ചടിച്ചിട്ടേ മുഖം ഒരു ക്ലിയർ കിട്ടുന്നില്ല. എന്താണ് വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൂടി? പുതിയ വീടൊക്കെ ഇഷ്ടപ്പെട്ടോ? പറയേ. പുതിയ വീട് ഇഷ്ടപ്പെട്ടില്ല അതല്ല റിയാസ്ക്കൊക്കെ ചമ്മലാണ് കേട്ടോ പറയാൻ. ഒന്നും പറയില്ല, എന്തുണ്ടെങ്കിലും തുറന്ന് പറയില്ല കേട്ടോ. മൂപ്പര് അവിടെ അങ്ങോട്ട് നോക്കി, നമ്മുടെ സബ്സ്ക്രൈബർമാരെയൊക്കെ നോക്കി. നിങ്ങൾക്ക് കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഇതാ ചോറ് വെച്ച് എടുത്ത് കിടക്കട്ടെ. അപ്പോൾ ഞാൻ ചോറ് ഒക്കെ കഴിച്ചിട്ട് അങ്ങനെ വെച്ചിക്കണം കേട്ടോ. കൊണ്ടുപോയി വെക്കട്ടെ. ഇതാട്ടാ മീൻ വറുത്തത്, കുറച്ച് മാന്തൾ വറുത്തു. ഇതാട്ടാ മീൻ 2 ദിവസത്തിനുള്ള മീൻ അങ്ങനെ വറുത്ത് വെച്ചിട്ടുണ്ട്. രാത്രിക്കും ഉച്ചക്കൽക്കും ബാക്കിയുണ്ടെങ്കിൽ നാളേക്കും ആയിട്ട് വെച്ചിട്ടുണ്ട്. നങ്കി മീൻ മാന്തൾ എന്നൊക്കെ പറയും. പിന്നെ ഞാനിതാ മോര് കറി വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടമാണ് കേട്ടോ മോര് കറി മാന്തൾ വറുത്തതൊക്കെ. പ്രിൻഷിമോൾക്കും ഇഷ്ടമാണ്. അപ്പോൾ ഇതാ ചോറ് വഴറ്റിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുക്കള ഞാൻ തിരുമ്പി ഉണങ്ങാനിടാൻ താഴ്ത്ത് പോകണം കേട്ടോ. അപ്പോൾ റിയാസ്കഥ ചോറ് വെച്ചിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാനും റിയാസ്ക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. കുട്ടികളൊക്കെ പോയി. റിയാസ്ക്ക് സ്കൂൾ ട്രിപ്പ് കഴിഞ്ഞ് കുറച്ച് ഓടിയിട്ട് അങ്ങനെ വന്നാണ് ചോറ് കഴിക്കാൻ. പിന്നെ എന്താണ്, എല്ലാവരും സുഖമല്ലേ? പിന്നെ എന്താ പറയാനുള്ളത്? അപ്പോൾ ഇന്നത്തെ വെയിൽ, രാവിലെ മഴക്കാറ് കണ്ടു. അപ്പോൾ കേട്ടോ അവിടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിതവിടെ ചെറിയൊരു കറ്റാർ വാഴയൊക്കെ ഒപ്പിച്ച് വെച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തില്ല കേട്ടോ. വാടിയിരിക്കുന്നു, മണ്ണൊക്കെ ഉണങ്ങിയും തോന്നുന്നു അല്ലേ. അപ്പുറത്ത് നിന്ന് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ കേട്ടോ. പിന്നെ നമ്മുടെ താഴത്ത് വീട്ടിൽ ആൾ വന്നിട്ടുണ്ട്. കാര്യമായിട്ട് വിശേഷങ്ങളൊന്നുമില്ല മക്കളെ. ഇതൊക്കെ തന്നെ നമ്മുടെ വിശേഷം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ചട്ടിക്കത്തിരി നനവുമാണ്. ഇതിന് വെള്ളമോ മണ്ണാണോ വേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും നമ്മുടെ അവിടെ നിറയെ ഉണ്ടായിരുന്നു. അവിടെ ഇത് വന്നിട്ട് റിയാസ്ക്ക് കൊണ്ടുവന്നൊരു ചെടിയാട്ടോ. ഈ ചെടിക്ക് പേരെന്താണെന്നറിയോ? ഈ ചെടിൻ്റെ പേര് വന്നിട്ട് പൂമ്പാറ്റ ചെടി എന്നാണ് കേട്ടോ. പൂമ്പാറ്റകൾ നിറയെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് കൊണ്ടുവന്നതാണെന്നാണ് പറയുന്നത്. ഞാൻ ആദ്യമായിട്ടാട്ടോ ഈ ചെടി കാണുന്നത്. അപ്പോൾ നോക്കുമ്പോൾ അത് വാടിപ്പോയി. പിന്നെ അവിടെ നമ്മുടെ ആ വീട്ടിൽ നിറയെ റോസാ ചെടി ഉണ്ടായിരുന്നു. ഒരെണ്ണം കൊണ്ടുവന്നുള്ളൂ കേട്ടോ. ബാക്കിയൊന്നും കിട്ടിയില്ല. ഒക്കെ മണ്ണിൻ്റെ അടിയിൽ മതിൽ പൊളിഞ്ഞു വീണപ്പോൾ മണ്ണിൻ്റെ അടിയിലേക്ക് അങ്ങനെ അങ്ങോട്ട് പോയി. അതുകൊണ്ട് ഒറ്റ റോസാ ചെടി പോലും കിട്ടിയില്ല കേട്ടോ. നമുക്ക് ആ ഒരെണ്ണം കിട്ടിയുള്ളൂ. ബാക്കി കറ്റാർ വാഴ, റോസാ ചെടി ഒക്കെ മണ്ണിൻ്റെ അടിയിൽ പോയി. അപ്പോൾ അവിടെ ലൈൻ വീട്ടിൽ എല്ലാവരും ഒഴിഞ്ഞു കേട്ടോ. ആരുമില്ല. ഞാൻ അത് ഇടിച്ച് പൊളിച്ചിട്ട് ഫ്ലാറ്റ് ആക്കാൻ പോകണമെന്നാണ് പറയുന്നത് കേട്ടത്. എന്താ അറിയില്ല. ഞാൻ വന്ന ശേഷം പിന്നെ ആ വഴിക്ക് പോയിട്ടേ ഇല്ല. ഇവിടെ കുഴപ്പമൊന്നുമില്ല. ചൂട് സമയത്ത് നമുക്ക് ഇരിക്കാൻ പറ്റില്ല കേട്ടോ. നല്ല ചൂടായിരിക്കും. ഉള്ളതുകൊണ്ട് രാത്രി പകലൊന്നും കുഴപ്പമില്ല. ജനലൊക്കെ തുറന്നിടാം, കാറ്റുണ്ട്. രാത്രി നല്ല ചൂടാണ്. നല്ല ജനൽ തുറന്നിട്ടാൽ കൊതുക്. ചൂട് കൊണ്ട് നമ്മൾ ജനൽ തുറന്നിട്ട് കഴിഞ്ഞാൽ ഭയങ്കര കൊതുകിൻ്റെ ശല്യം. അപ്പോൾ ജനലും തുറന്നിടാൻ പറ്റില്ല. കുഴപ്പമൊന്നുമില്ല കേട്ടോ. വീടൊന്നും കുഴപ്പമില്ല. അൽഹംദുലില്ലാ റാഹത്താണ്. കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇതാ കാലുവേദന മാറിയപ്പോൾ എടുത്തു വേദന. അങ്ങനെ ഓരോ വേദനകൾ വരുന്നുണ്ട്. സ്റ്റെപ്പ് ഇനി ഇറങ്ങിക്കയറിയിട്ട് എന്താണെന്നുള്ളത് അറിയില്ല. അപ്പം ഡോക്ടറിനെ കാണിച്ച് മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. പറ്റിയില്ലെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ ഇടണം പോയിട്ട്. അപ്പോൾ എങ്ങനെയുണ്ട് വേദന? ഇടുപ്പിൽ കുഴപ്പമില്ല പറയുന്നുണ്ട്. അപ്പം മക്കളെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയിക്കണം. ഇന്ന് റേസ് കുട്ടിക്ക് ഞാൻ എന്തോ ഒരു പരിപാടിയാണ്. അപ്പോൾ മധുരമുള്ള എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം പറഞ്ഞപ്പോൾ ഞാൻ അരി കൊണ്ട് ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ അവിടെ എന്തോ പഠിപ്പിൻ്റെ എന്തോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി അവരൊക്കെ 4 മണിക്ക് വരുള്ളൂ. 4-5 മണിയൊക്കെ ആവുള്ളൂ. ഇൻഷുമോൾക്ക് ഇന്ന് 3 മണി വരുള്ളൂ. അവൾ നേരത്തെ വരും. അപ്പോൾ ഇന്ന് കാര്യമായിട്ട് വിശേഷങ്ങൾ പറയാൻ ഇതൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇവിടെ ഇനി ഒന്ന് അടിച്ചു വിടണം. ഇന്നലെ തുടച്ചു, ഇന്നൊന്ന് അടിക്കണം.
നമുക്ക് അടിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. മെഷീന് കുറച്ച് സ്റ്റക്കായ കാരണം അടിക്കാനൊന്നും പറ്റുന്നില്ല. പിന്നെ സിറ്റൗട്ടിൻ്റെ കുറച്ച് വെയിലൊക്കെ അടിച്ചാൽ വെയിൽ വരും കേട്ടോ. രാവിലെയൊക്കെ നല്ല വെയിലുണ്ടാവും. അപ്പോൾ മക്കളെ, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ടാറ്റാ, അസ്സലാമു അലൈക്കും.